ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് നോട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള നോട്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഏതൊക്കെ നോട്ടുകളാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് നമ്മുടെ 50 രൂപ നോട്ടാണ്. ഇപ്പോൾ നമ്മുടെ സർക്കുലേഷനിലുള്ള 50 രൂപ നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴും സർക്കുലേഷനുള്ള 50 രൂപ നോട്ടാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത്. പിന്നെ മുന്നേ ഉണ്ടായിരുന്ന ഒരു നോട്ടാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നോട്ട് 100 രൂപ നോട്ടാണ്. നമ്മുടെ സർക്കുലേഷനിൽ ഇപ്പോഴും നമുക്ക് നിലവിലുള്ള 100 രൂപ നോട്ടാണ്. ഈ ഒരു 100 രൂപ നോട്ടൊക്കെ നമുക്ക് ഒരുപാട് നമുക്കിപ്പോൾ സർക്കുലേഷനിൽ നിന്നും ബാങ്കുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിലും ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഞാൻ ഈ വീഡിയോയ്ക്ക് കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 500 രൂപ നോട്ടാണ്. നമ്മുടെ സർക്കുലേഷനിൽ നിരോധിച്ച, അതായത് 500 രൂപ നിരോധിച്ച യെല്ലോ ഇഷ്യൂ നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീഡിയോ കണ്ട് ആ ഒരു ഡീറ്റെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു നോട്ടുകൾ കളക്ഷൻ ചെയ്ത് വയ്ക്കുകയും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 1000 രൂപ നോട്ട് നിരോധിച്ച 1000 രൂപ നോട്ടാണ്. അപ്പോൾ രണ്ട് നോട്ടുകൾ എൻ്റെ കളക്ഷനിലേക്കുണ്ട്. 1000 രൂപ നോട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കി മനസ്സിലാവും നമ്മുടെ 1000 രൂപ നോട്ടാണ്. നിരോധിച്ച 1000 രൂപ നോട്ടാണ്. അത്യാവശ്യം നല്ലൊരു വാല്യൂ കിട്ടുന്ന ഒരു വ്യത്യസ്തതയാണ് ഈ ഒരു നോട്ടുകൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ കുറച്ച് നോട്ടുകൾ, അപ്പോൾ 50 രൂപ പരിചയപ്പെടുത്തി, 100 രൂപ പരിചയപ്പെടുത്തി, നിരോധിച്ച 500 രൂപ, 1000 രൂപ നോട്ട്, ഇങ്ങനെ രണ്ട് നോട്ടുകളും പരിചയപ്പെടുത്തി. അപ്പോൾ ആദ്യം നമുക്ക് 50 രൂപ നോട്ട് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ 50 രൂപ, ഇപ്പോഴും നമ്മുടെ സർക്കുലേഷനിലുള്ള 50 രൂപ നോട്ട്. അപ്പോൾ ഈ ഒരു 50 രൂപ നോട്ടിന് നമുക്ക് മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ഒരു ചാനൽ വഴി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കണ്ട് ആ ഒരു നോട്ടുകളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മുടെ സർക്കുലേഷനിൽ നിലവിലുള്ള 50 രൂപ നോട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ 50 രൂപ എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. 50 എന്നിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 50 എന്നുള്ള, അതായത് ഈ കോർണർ ഈ ഒരു ഭാഗത്ത്, അതായത് വാട്ടർമാർക്കിന് നമ്മുടെ ഇവിടെയാണ് വാട്ടർമാർക്ക് വരുന്നത്. വാട്ടർമാർക്ക് കോർണറിനോട് ചേർന്ന് തന്നെ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ 50 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ സൂചിപ്പിക്കുന്ന റുപ്പീസ് സിമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ റുപ്പീസ് സിമ്പിൾ. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ റുപ്പീസ് സിമ്പിൾ. 50 രൂപ എന്ന 50 എന്ന അക്കത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ റുപ്പീസ് സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 50 രൂപ നോട്ട്, അതായത് ഈ ഒരു 50 രൂപ നോട്ട് 2016 ആ ഒരു വർഷത്തിലാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. നോട്ടിൻ്റെ പുറകുവശം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2016 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 2016 50 രൂപ നോട്ടിൽ നമുക്കിവിടെ റുപ്പീസ് സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് വേറൊരു 50 രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് നമ്മുടെ സെയിം 50 രൂപ നോട്ട് തന്നെയാണ്. വ്യത്യാസങ്ങളോ കാര്യങ്ങളായിട്ടോ ഒന്നും തന്നെ ഇല്ല. സെയിം ഞാൻ നേരത്തെ കാണിച്ച അതേ 50 രൂപ നോട്ട് തന്നെയാണ്. അതിൽ തന്നെ സിഗ്നേച്ചർ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ സെൻറ്റർ നമുക്കിവിടെ 50 എന്നുള്ള അക്കവും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് കോർണർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു നോട്ടിൻ്റെ കോർണർ സൈഡിൽ റുപ്പീസ് സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഞാനിപ്പോൾ പരിചയപ്പെടുന്ന ഈ ഒരു നോട്ടിൽ 50 എന്ന അക്കം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. റുപ്പീസ് സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. റുപ്പീസ് സിമ്പിൾ ഇല്ലാത്ത 50 രൂപ നോട്ടാണ്. നമുക്ക് സിഗ്നേച്ചറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ നോട്ട് എന്ന് പറയുമ്പോൾ രഘുറാംജി രാജൻ, നമ്മുടെ ഗവർണറായിരുന്ന രഘുറാംജി രാജൻ, അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടും ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ട് സുബ്ബാറാവ്, അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ്. അപ്പോൾ നോട്ടുകളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സിഗ്നേച്ചർ വരുമ്പോഴത്തേക്കാണ് ചില ഡിഫറൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ റുപ്പീസ് സിമ്പിൾ വരാത്ത 50 രൂപ നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ട് പുറത്തിറക്കിയ വർഷം എന്ന് പറയുമ്പോൾ 2011 ആണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും 2011 എന്നുള്ളൊരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ നോട്ട് 2016 അപ്പോൾ ഈ ഒരു 50 രൂപ നോട്ടിൽ വരുന്ന വ്യത്യാസം ഇത് തന്നെയാണ്. റുപ്പീസ് സിമ്പിൾ വരാത്ത 50 രൂപ നോട്ടാണ്. ഇനി നമുക്ക് രണ്ട് നോട്ടുകളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റുപ്പീസ് സിമ്പിൾ വരാത്ത 50 രൂപ നോട്ടുമുണ്ട്, റുപ്പീസ് സിമ്പിൾ വരുന്ന 50 രൂപ നോട്ടും വരുന്നുണ്ട്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും രണ്ട് നോട്ടുകളുടെ വ്യത്യസ്തത. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നോട്ടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു നിരോധിച്ച 500 രൂപ നോട്ട് നല്ലൊരു കളക്ഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇതിലും സിഗ്നേച്ചറിലാണ് വ്യത്യാസം വരുന്നത്. ഇനി നമുക്ക് കോർണർ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ 500 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ റുപ്പീസ് സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ റുപ്പീസ് സിമ്പിൾ ഉണ്ടായിരിക്കത്തില്ല. ഇതിലും നമുക്ക് സിഗ്നേച്ചറിലാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മുടെ സർക്കുലേഷനിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന നോട്ടാണ് 100 രൂപ നോട്ട്. അപ്പോൾ ഈ ഒരു 100 രൂപ നോട്ടിലും നമുക്ക് റുപ്പീസ് സിമ്പിൾ വരുന്നതുകൊണ്ട് റുപ്പീസ് സിമ്പിൾ വരാത്ത നോട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം, കോർണർ സൈഡ് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. റുപ്പീസ് സിമ്പിൾ വരുന്നതുകൊണ്ട് റുപ്പീസ് സിമ്പിൾ വരാത്തതുകൊണ്ട്. അപ്പോൾ ഇതുപോലുള്ള നോട്ടുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് 1000 രൂപ നോട്ടും. ഇതുപോലുള്ള ഒരുപാട് നോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അപ്പോൾ ഈ ഒരു 1000 രൂപ നോട്ടിൽ നമുക്ക് നോക്കി മനസ്സിലാവും റുപ്പീസ് സിമ്പിൾ വരുന്നതുകൊണ്ട് റുപ്പീസ് സിമ്പിൾ വരാത്ത നോട്ടുകളുണ്ട്.
അപ്പോൾ ഇങ്ങനെ റുപ്പീസ് സിമ്പിൾ വരാത്ത നോട്ടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടാൻ കൂടുതലായിട്ടുള്ള ചാൻസ് ഉള്ള നോട്ടാണ് 100 രൂപ നോട്ട്. അപ്പോൾ ഈ ഒരു നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ സർക്കുലേഷനിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുക. UNC കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു 500 രൂപ നോട്ട് ഇപ്പോൾ നമുക്ക് സർക്കുലേഷനിലില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കളക്ഷനിൽ നിന്നോ കളക്ടേഴ്സിൻ്റെ നിന്നോ ഇല്ലെങ്കിൽ ഏതെങ്കിലും എക്സിബിഷൻ കണ്ടക്ട് ചെയ്തോ നമുക്കിങ്ങനെ റുപ്പീസ് സിമ്പിൾ വരുന്ന നോട്ടുകളും റുപ്പീസ് സിമ്പിൾ വരാത്ത നോട്ടും നമുക്ക് കളക്ഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ 50 രൂപ നോട്ട്. ഇതിപ്പോൾ നമുക്ക് സർക്കുലേഷനിൽ വളരെ കുറവാണ്, അപൂർവമാണ്. എന്നാലും കിട്ടാൻ ചാൻസ് കുറച്ച് കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു 1000 രൂപ നോട്ടും ഈ ഒരു 1000 രൂപ നോട്ട് നമുക്ക് നിരോധിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്നതല്ല. നല്ല കളക്ടേഴ്സിൻ്റെ നിന്നോ ഇല്ലെങ്കിൽ നല്ല എക്സിബിഷനിലോ കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു നോട്ടൊക്കെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റുപ്പീസ് സിമ്പിൾ വരുന്ന നോട്ടൊക്കെ നിങ്ങളുടെ റുപ്പീസ് സിമ്പിൾ വരാത്ത നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ഞാനിപ്പോൾ കാണിച്ച നോട്ടുകളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.